BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഈ വർഷം കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകിയ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ടു. ഗൾഫെയർ, നാസിർ സയ്യിദ് അൽ ഹാജിരി കമ്പനി, സില ഡെലിവറിംഗ് എക്സലൻസ്, ഡേറ്റ ഡയറക്ടർ ബഹ്റൈൻ, ലുലു ഹൈപ്പർ മാർക്കറ്റ്, ബഹ്റൈൻ എയർപോർട്ട് സർവീസ്, അഷിവ ടൗൺ റെസ്റ്റോറന്റ്, മക്ഡൊണാൾഡ്സ്, ടോട്ടൽ CX കമ്പനി എന്നീ സ്ഥാപനങ്ങളാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകിയത്. ഈ വർഷത്തെ ബഹ്റൈൻ സമ്മർ ഫെസ്റ്റിവലിനെത്തിയത് 97,000-ലധികം സന്ദർശകർ. ഇതാദ്യമായാണ് ബഹ്റൈൻ എക്സിബിഷൻ വേൾഡിൽ വിവിധ പരിപാടികളോടെ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ കീഴിൽ സമ്മർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. വിവിധ ഷോപ്പിംഗ് മാളുകൾ, സലാഖ്, സക്കീർ പാർക്കുകൾ എന്നിവയിലും സന്ദർശകർ കൂടുതലായി എത്തി. ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ മാർക്കറ്റിംഗും നടന്നു. വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായ രീതിയിൽ ബഹ്റൈൻ സമ്മർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അസിസ്റ്റന്റ് ചീഫ് എക്സിക്യൂട്ടീവ് അനീസ ദാന ഉസാമ ആസാദ് കൂട്ടിച്ചേർത്തു. അൽദാന ആംഫി തിയേറ്റർ, സ്പേസ് ടൂൺ, എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ, നാഷണൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ എന്നിവയുടെ സംയുക്തവും ക്രിയാത്മകവുമായ സഹകരണവും ഉണ്ടായി. ടൂറിസം, ഹോട്ടൽ, വ്യാപാര മേഖലകളിൽ ഉണർവുണ്ടാക്കാൻ ഇത് സഹായകമായിട്ടുണ്ട്. ഇത് രാജ്യത്തുടനീളമുള്ള ടൂറിസത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ഹോസ്പിറ്റാലിറ്റി മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ടൂറിസം മേഖല വികസിപ്പിക്കാനും 2022-26 ടൂറിസം സ്ട്രാറ്റജിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പദ്ധതികൾക്ക് അനുസൃതമായി എല്ലാ പങ്കാളികളുമായും സഹകരിച്ച് ഉത്സവം ഒരു വാർഷിക പരിപാടിയാക്കാൻ ആഗ്രഹിക്കുന്നതായും അവർ പറഞ്ഞു. സമ്മർ ടോയ് ഫെസ്റ്റിവൽ വേനൽക്കാലത്ത് വിനോദസഞ്ചാരത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിച്ചു. ഇത് ഹോട്ടലുകളിലും ലോഡ്ജുകളിലും താമസിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കി. സലാഖ്, സക്കീർ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരവും വാണിജ്യ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. സമീപത്തെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, വിവിധ ഷോപ്പുകൾ എന്നിവയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായും ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയ്ക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് വളർച്ച. ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ 2024 ആദ്യപാദ വിപണി അനുസൂചികയനുസരിച്ച് മൊബൈൽ വരിക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. 2023 ആദ്യപാദത്തിൽ 21,52,591 ആയിരുന്നത് 2024 ആദ്യപാദത്തിൽ 24,49,728 ഉയർന്നു. 13.8% വളർച്ചയാണ് ഉണ്ടായത്. സബ്സ്ക്രൈബർമാരുടെ എണ്ണം 136% നിന്ന് 155% ഉയർന്നു. പ്രീപെയ്ഡ് സബ്സ്ക്രിപ്ഷനുകൾ 2023 ഒന്നാം പാദത്തിൽ 14,47,023 ആയിരുന്നത് 2024 ആദ്യപാദത്തിൽ 15,59,011 വർദ്ധിച്ചു. 7.8% വർധനവാണിത്. പോസ്റ്റ്പെയ്ഡ് സബ്സ്ക്രിപ്ഷനുകളും വർദ്ധിച്ചു. 26.3% ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായത്. 2023 ആദ്യപാദത്തിൽ 72,740 സബ്സ്ക്രിപ്ഷനുകൾ ഉണ്ടായിരുന്നത് 2024 ആദ്യപാദത്തിൽ 89,717 ബ്രോഡ്ബാൻഡ് മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. കൗമാര കലകളുടെ വസന്തോത്സവമായ BFC KCA ഇന്ത്യൻ ടാലന്റ് സ്കാൻ രജിസ്ട്രേഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കും. ഒക്ടോബർ അവസാന വാരം മുതൽ ഡിസംബർ ആദ്യ ആഴ്ച വരെയാണ് ടാലന്റ് സ്കാൻ. കുട്ടികളുടെ സർഗാത്മകമായ മികവ് തെളിയിക്കുന്ന ഇന്ത്യൻ ടാലന്റ് സ്കാനിൽ ഇത്തവണ പുതുമയേറിയ ഇനങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കും. രജിസ്ട്രേഷനും മറ്റ് വിശദവിവരങ്ങളും സെപ്റ്റംബർ ആദ്യവാരം പ്രസിദ്ധീകരിക്കുമെന്ന് KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അറിയിച്ചു. കുട്ടികളെ മുൻ വർഷങ്ങളിലെ പോലെ 5 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1, 2006 മുതൽ സെപ്റ്റംബർ 30, 2019 വരെയുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യരാണ്. 5 ഗ്രൂപ്പുകളിലായി 150 വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 10 വ്യക്തിഗത ഇനങ്ങളിലും ഒപ്പം ഗ്രൂപ്പ് മത്സരങ്ങളിലും പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനങ്ങൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. അതോടൊപ്പം ഓരോ ഗ്രൂപ്പിലും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും KCA സ്പെഷ്യൽ അവാർഡും സമ്മാനിക്കും. കലാതിലകം, കലാപ്രതിഭ അവാർഡും ഇതോടൊപ്പം നാട്യരത്ന, സംഗീതരത്ന, കലാരത്ന, സാഹിത്യരത്ന അവാർഡും സമ്മാനിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിനും ട്രോഫി സമ്മാനിക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുന്ന മ്യൂസിക്, ഡാൻസ് മാസ്റ്റർമാർക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടാലന്റ് സ്കാനിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓഗസ്റ്റ് 15 മുൻപായി അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു. kcages@gmail.com അല്ലെങ്കിൽ 39207951 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. മനുഷ്യക്കടത്ത് തടയുന്നതിന് ശക്തമായ നടപടിയെടുക്കുമെന്ന് LMRA. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും തൊഴിൽ വിപണിയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന
NCCTIP യോഗത്തിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് താലിബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹ്റൈനിലെ മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള സംവിധാനമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. തൊഴിൽ വിപണിയിലെ എല്ലാ പങ്കാളികളെയും സംരക്ഷിക്കുന്നതിനൊപ്പം നിയമപരമായ തർക്കങ്ങൾ കുറയ്ക്കുന്നതിനും ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുമായി LMRAയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവുമാണ് നടത്തുന്നതെന്നും LMRA CEO പറഞ്ഞു. മനുഷ്യക്കടത്ത് വിരുദ്ധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും യോഗം ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വയനാട്ടിൽ കനത്ത സുരക്ഷയുള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിലുണ്ടാവില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സന്നദ്ധ പ്രവർത്തകർ, തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ എന്നിവർക്കൊന്നും ദുരന്തഭൂമിയിൽ പ്രവേശനമുണ്ടാവില്ല. ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. നേരത്തെ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി 3 മണിക്കൂർ സന്ദർശനം നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സന്ദർശന സമയത്ത് തിരച്ചിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും SPG അറിയിച്ചിട്ടുണ്ട്. ബേലിപാലം വരെ പ്രധാനമന്ത്രി സന്ദർശിക്കും. കൂടാതെ ക്യാമ്പും കളക്ടറേറ്റും സന്ദർശിക്കും. ദുരന്തത്തെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനർനിർമ്മാണത്തിന് മാത്രം 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതേസമയം ഇന്ന് കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്ന് സ്വീകരിക്കും. രാവിലെ 11:20 കണ്ണൂരിൽ കണ്ണൂരിലെത്തുക. തുടർന്ന് വ്യോമസേനാ വിമാനത്തിൽ വയനാട്ടിലേക്ക് പോകും. ആവശ്യമെങ്കിൽ റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറും സജ്ജമാക്കും. യുവനടിയുടെ പരാതിയിൽ ബ്ലോഗർ സൂരജ് പാലക്കാരൻ അറസ്റ്റിലായി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് സൂരജിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ സമാനമായ മറ്റൊരു പരാതിയിൽ ഇയാൾ 14 ദിവസം റിമാൻഡിലായിരുന്നു. അന്ന് ഇടുക്കി സ്വദേശിനിയായ യുവതിയാണ് പരാതി നൽകിയത്. കേസിൽ സൂരജ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയ നടൻ മോഹൻലാലിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ എന്ന പേരിൽ വ്ലോഗ് ചെയ്യുന്ന തിരുവല്ല മാഞ്ഞാടി ആമല്ലൂർ മഠത്തിൽ വീട്ടിൽ അജു അലക്സ് അറസ്റ്റിലായി. മോഹൻലാലിനെ അധിക്ഷേപിച്ച് അജു അലക്സ് പ്രസിദ്ധീകരിച്ച വീഡിയോകളാണ് കേസിന് ആധാരം. അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദീഖ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച തൃശ്ശൂരിൽ നടക്കാറുള്ള പുലിക്കളിയും ഓണത്തിന്റെ ഭാഗമായ കുമ്മാട്ടിയും ഇത്തവണയില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കാൻ തൃശ്ശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചതായി മേയർ MK വർഗീസ് അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത്. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരം കോർപ്പറേഷൻ തല ഓണാഘോഷം, ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി എന്നിവ വേണ്ടെന്ന് വെച്ചു. കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും മേയർ അഭ്യർത്ഥിച്ചു. നല്ലോണം നാളിൽ സെപ്റ്റംബർ 18 പുലിക്കളി നടക്കേണ്ടിയിരുന്നത്. 16, 17 തീയതികളിലാണ് കുമ്മാട്ടിക്കളി. രണ്ടിനും ഒരുക്കം തുടങ്ങിയിരുന്നു. പുലിക്കളി കാണാൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പുറത്തുനിന്നും 10,000 തൃശ്ശൂരിൽ എത്താറുണ്ട്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് പുലിക്കളി നടക്കാറുള്ളത്. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ജലജീവൻ മിഷൻ പദ്ധതിക്കായി കേരളത്തിന്റെ വിഹിതമായി 285 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേന്ദ്രവിഹിതമായി 292 കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം പ്രഖ്യാപിച്ചത്. ഇതോടെ 573 കോടി രൂപ പദ്ധതിക്കായി ലഭിച്ചു. 40,000 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചിലവ്. കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ജലജീവൻ മിഷനിൽ 50% തുക സംസ്ഥാനമാണ് മുടക്കുന്നത്. ഇതിനോടകം 54% കണക്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ശേഷിക്കുന്നത് 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.